ഇനി നമ്മൾ കാണാൻ പോകുന്നത് വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ്. വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പും ഇതേപോലെ തന്നെ താപനില കൂടുന്നതിനനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടും വടക്കൻ കേരളത്തിൽ കൂടുകയാണ്. വടക്കൻ കേരളത്തിൽ നിന്ന് അരുൺ കൊടുങ്ങൂരാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. പ്രത്യേകിച്ച് ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ള വാക്പോര്, NDA സ്ഥാനാർത്ഥി എത്തി കളം നിറഞ്ഞ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങിയതോടെ വടക്കൻ കേരളം വളരെ സജീവമായി കഴിഞ്ഞു എന്നുള്ളതാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ട്. അരുൺ കൊടുങ്ങൂർ നമുക്കൊപ്പം ഈ ഒരു മണിക്കൂറിൽ ചേരുകയാണ്. അരുൺ, വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടുമൊക്കെ എങ്ങനെ പോവുകയാണ്? വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് NDA ക്യാമ്പ്. ഒപ്പം ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ള തർക്കങ്ങൾ, വാക്പോരുകൾ ഒപ്പം കൂടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ LDF ക്യാമ്പുകൾക്കും ഒപ്പം തന്നെ CPM-നും ഒക്കെ ഉണ്ടോ? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടക്കുന്ന ഭൂമിയായി വടക്കൻ കേരളം മാറുകയാണ്. കാരണം എല്ലാ മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ മത്സരത്തിൻ്റെ വീറും വാശിയും ഇതിനോടകം വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നണികൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വന്നിരിക്കുന്നു. എന്തായാലും അഭിമാനകരമായ പോരാട്ടം ഓരോ ഇടങ്ങളിലും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോരുകളും അതോടൊപ്പം തന്നെ കുതന്ത്രങ്ങളും എല്ലാം തന്നെ മെനഞ്ഞുകൊണ്ട് മൂന്ന് മുന്നണികളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട് അടക്കമുള്ള മണ്ഡലങ്ങൾ ഈ വടക്കൻ കേരളത്തിലെന്ന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇന്നും ഈ വന്യമൃഗങ്ങളുടെ അക്രമമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇന്നും ഇവിടെ സജീവമായി നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെ ഉണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമായി ഇതൊക്കെ തന്നെ മാറുന്നു. അതോടൊപ്പം തന്നെ ഈ CAA അടക്കമുള്ള വിഷയങ്ങൾ കൂടി പ്രചരണത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികളൊക്കെ തന്നെ തീവ്രമായ ഒരു ശ്രമങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളൊക്കെ തന്നെ അത്തരം ഒരു പ്രചരണ ആയുധങ്ങൾ, വികസനത്തിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം നൽകാതെ ഉള്ള ഒരു കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വർഗീയമായുള്ള കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് ഇടത് വലത് മുന്നണികൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചരണ തന്ത്രം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഓരോ വീടുകളും കയറി ഇറങ്ങിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ബൂത്ത് തലത്തിൽ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം, ചിട്ടയോടെ അടുക്കോടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കേവലം ഒരു മാസം ഇനിയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം, പരമാവധി ആളുകളെ നേരിൽ കണ്ടുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയ്ക്ക് തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രാമുഖ്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ വയനാട്ടിലടക്കം റോഡ് ഷോയിലൂടെ പരമാവധി പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ ഒരു വരവ് തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ഒരു ഈസി വാക്ക് ഓവർ എന്ന് തന്നെ കോൺഗ്രസ് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ഒട്ടും ആ ഒരു രീതിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഏപ്രിൽ 3-ാം തീയതി മാത്രമാണ് വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ ഇവിടേക്ക് എത്തുക. രാഹുൽ എത്തി റോഡ് ഷോയും അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചതിന് ശേഷം മടങ്ങിപ്പോകും എന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ചർച്ച വയനാട്ടിലെ പോരാട്ടത്തിന് ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതോടൊപ്പം തന്നെ പാലക്കാടും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ ചൂടും ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും, വടക്കൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പതിവിന് വിപരീതമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഇനി ഒരു മാസം ശേഷിക്കുമ്പോഴും കൃത്യമായ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ, പ്രചരണ വിഷയങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് മൂന്ന് മുന്നണികളും വലിയ വീറോടെ വാശിയോടെ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലൂടെ അവരെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എല്ലാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രചരണ ചൂട്, അതിന്റെ ആവേശം അതിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നോക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലമാണ്. ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രചരണത്തിൽ സജീവമാണ്. റോഡ് ഷോകൾ നടക്കുന്നു. ഒപ്പം UDFന്റെ സ്ഥാനാർത്ഥി ഇതുവരെ മണ്ഡലത്തിൽ എത്തിയതുപോലും ഇല്ല എന്നുള്ളൊരു ആശങ്കകൾ UDF ക്യാമ്പുകൾക്കുണ്ടോ? ഒപ്പം കൂടുതൽ കേന്ദ്ര നേതാക്കന്മാരൊക്കെ വരും ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ചർച്ചയാകാൻ പോകുന്നത് ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങൾ വന്നുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങിയുള്ള ആശങ്കകൾ, ഇതൊക്കെ തന്നെയാണോ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ആയുധമാകുന്നതും ചർച്ചയാകുന്നതും അവിടെ?
തീർച്ചയായും അതുതന്നെയാണ്. നമ്മളൊരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിനിപ്പുറം വിശദമായി ചർച്ച ചെയ്തതാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ. അതിലേറ്റവും പ്രധാനമായി പ്രാണഭയത്തോടെ അല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വയനാട്ടിലെ ജനത മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് കാരണം വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ രീതിയിലുള്ള അപകടം പതിയിരിക്കുന്നു. ഏതു സമയങ്ങളിലും വന്യമൃഗങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു പ്രാണഭയത്തോടെ പ്രായമായവരും കുട്ടികളും അടക്കം ജീവിക്കേണ്ട ഒരു വലിയ ചുറ്റുപാടിലേക്ക് ഈ ഒരു പ്രദേശം ഒന്നാകെ മാറിയിരിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, മുഖ്യമന്ത്രി അടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കടക്കം ഈ ജില്ലയിലൊക്കെ എത്തിയിട്ടും ഈ ഒരു പ്രശ്നബാധിത മേഖലകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വീടുകളിൽ പോകാൻ പോലും തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സജീവ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഗവർണർ സന്ദർശനമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ BJP നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഉറപ്പൊക്കെ നൽകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് MP ആയിരുന്ന രാഹുൽ ഇവിടേക്ക് എത്തിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. കൃത്യമായ രീതിയിലേക്ക് ഒരു ഇടപെടൽ നടത്താതെ വന്ന ഒരു പ്രഹസനം പോലെ രാഹുൽ ഗാന്ധി അജീഷിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോഴായിരുന്നു ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധിയാണ്. പക്ഷേ തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ തങ്ങൾക്ക് MP ഇല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം അല്ലെങ്കിൽ വലിയൊരു കാര്യം അവർ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു രാഹുലിനെതിരെ അവർ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ഒരു അവലോകന യോഗം കൂടി മടങ്ങുകയല്ലാതെ കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വയനാടൻ ജനത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും തങ്ങളുടെ ജീവിതം മുക്തമാക്കുക, ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നുള്ള ഒരു വലിയ തീരുമാനം തന്നെയാണ്. അത് താമരശ്ശേരി രൂപതയൊക്കെ പലതവണയും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നും ഇത്തരം ഒരു ദാരുണമായ സംഭവം നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നു. നിരവധി ആളുകൾക്ക് ഓരോ ദിവസവും ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഈ വയനാടൻ ജനത കടന്നു പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാന വിഷയമായി തന്നെ മുന്നോട്ട് പോകും. എന്തായാലും ആ ഒരു വാഗ്ദാനങ്ങളിലേക്കൊക്കെ തന്നെ മുന്നണികൾ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. പക്ഷേ ആ വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നവർക്കൊപ്പം മാത്രം തങ്ങൾ നിലയുറപ്പിക്കുമെന്നുള്ള കാര്യമാണ് ഇവരെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പറയുന്ന. കഴിഞ്ഞ ദിവസം ഗവർണർ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് മുന്നിൽ പരാതിയുമായി അവർ എത്തിയിരുന്നു. പ്രശ്നപരിഹാരത്തിന് കാണുന്നവർക്കൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പൊക്കെ തന്നെ അവർ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു വിഷയം സജീവ ചർച്ചയായി ശാശ്വത പരിഹാരം ഈ തെരഞ്ഞെടുപ്പിലൂടെയും കാണണമെന്നുള്ള ഒരു പ്രത്യാശ തന്നെയാണ് ഇവരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ശാലിനി, അരുൺ, അതുപോലെ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി 30 ദിവസമേ ഉള്ളൂ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടും കൊടുത്തുമുള്ള പ്രചരണ ചൂടിൽ സർക്കാർ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഏതൊക്കെ മണ്ഡലത്തിലാണ് കൂടുതലായി കാണാൻ സാധിക്കുന്നത്? ഒപ്പം വയനാട്ടിലും അത് ചർച്ചയാകുന്നുണ്ട്. കോഴിക്കോടും മലപ്പുറം ഒക്കെയുള്ള ജില്ലകളിൽ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ വടക്കൻ കേരളത്തിലെത്തി ഈ പ്രചാരണ ചൂടിനൊക്കെ ആവേശം പകരുന്നുണ്ട്. ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. ചില പരാമർശങ്ങൾ അത് വിവാദമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെയധികം രീതിയിൽ അവിടെ അലയടിക്കുന്നുണ്ടോ? എന്താണ് അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം, വിലയിരുത്തലൊക്കെ ഈ മണ്ഡലങ്ങളിൽ? തീർച്ചയായും അതുതന്നെയാണ്. പത്രികാ സമർപ്പണം തുടങ്ങിയിരിക്കുന്നു. ഇന്ന് കാസർഗോഡ് NDA സ്ഥാനാർത്ഥി അശ്വരി ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മറ്റു സ്ഥാനാർത്ഥികൾ കൂടി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകും. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭരണ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതുതന്നെ തുറന്നു പറയാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കും മടിയാണ് എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള വരുന്നത്. കാരണം പെൻഷൻ ലഭിച്ചിട്ടില്ല, KSRTC ജീവനക്കാരുടെ ശമ്പളം, അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു, അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ സാധനമില്ല. അങ്ങനെ സാധാരണക്കാരെ നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചയാണ്, മണ്ഡലങ്ങളിൽ വലിയ ചർച്ചയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രചരണത്തിൽ അത് ഈ വികസനവും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒന്നും ചർച്ചയാകാതിരിക്കാൻ CA അടക്കമുള്ള വിഷയം,
അതായത് പൗരത്വ ഭേദഗതി വിഷയമടക്കം ഇവിടെ ഈ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ കൃത്യമായി ചർച്ചയാക്കാനുള്ള ഒരു അജണ്ട അത് CPM മാത്രമല്ല, ഇടതുമുന്നണി മാത്രമല്ല, UDF-ഉം കൃത്യമായി ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സായിരുന്നു. പക്ഷേ BJP അവിടെ കൃത്യമായി തന്നെ BJP-യുടെ ഓരോ സ്ഥാനാർത്ഥികളും അവിടെ കൃത്യമായി പറയുന്നു ഈ നിയമത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം, അവർക്ക് കൃത്യമായി പറഞ്ഞ് നൽകിയിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ നടപടികളൊന്നും തന്നെ ഉണ്ടാകില്ല. അതൊക്കെ തന്നെ ഈ ഒരു ആളുകളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് BJP നേതാക്കളൊക്കെ തന്നെ ഉള്ളത്. അങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ വയനാട്ടിൽ വന്യമൃഗ ശല്യമാണ് എങ്കിൽ അതുപോലെ തന്നെ ഈ അടിസ്ഥാന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ MP-മാർ എന്തു ചെയ്തു എന്നുള്ള ഒരു വലിയ ചോദ്യം എല്ലാ മണ്ഡലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. പരമ്പരാഗതമായി ഓരോ മുന്നണികളും വെക്കുന്ന സീറ്റുകൾ അവിടെ എന്തെല്ലാം വികസനങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ പരിശോധിക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാവുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തീപാറുന്ന ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ആവേശം ഒട്ടും തന്നെ ചോരാതെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതിയ പ്രചരണ തന്ത്രങ്ങൾ അതോടൊപ്പം തന്നെ പുതിയ പ്രചരണ രീതികളെല്ലാം തന്നെ വ്യക്തമാണ്. വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ആണ് അരുൺ കൊടുങ്ങൂർ നമുക്കൊപ്പം പങ്കുവച്ചത്.